ഒത്തിരി പെന്തക്കോസ്ത് കരസ്ഥമാറ്റുകളുടെ ഇടയിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. അവർ ഉച്ചത്തിൽ ശബ്ദമിടുന്നു, ശാസിക്കുന്നു, എന്നാൽ ഭൂതം അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഓർക്കുന്നു, ബാംഗ്ലൂർ ചില ആളുകൾ ശബ്ദ കോലാഹലം ഉണ്ടാക്കി ഒരു ഭൂതത്തെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു സ്ത്രീ, അവളൊരു ക്രിസ്ത്യാനിയാണെന്നാൽ അവിടെ വീട് ഒരു അമ്പലത്തോട് ചേർന്നാണ്. ആ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യം അവിടെ ജീവിതത്തിൽ നടന്നു. അതുകൊണ്ട് ആ സഹോദരന്മാർ എന്നോട് പറഞ്ഞു, കടന്നു വന്ന് ഈ സ്ത്രീക്കായിട്ട് പ്രാർത്ഥിക്കാമെന്ന്. ഞാൻ പറഞ്ഞു ശരി. ഞാനവിടെ ചെന്നപ്പം അവിടെ മറ്റൊരാൾ ഉണ്ടായിരുന്നു. അവൻ പെന്തക്കോസ്തിലുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അവൻ വളരെ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ. അതുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ടു വന്ന സഹോദരനോട് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഇവിടെ ആർക്കാ ഭൂതം വന്ന്. ഈ ബഹളം ഉണ്ടാക്കുന്ന ഈ മനുഷ്യനാണോ അതോ ആ സാധുവായ സ്ത്രീക്കാണോ? ദയവായിട്ട് ആദ്യം ആ മനുഷ്യനോട് മുറി വിട്ട് പുറത്തു പോകാൻ പറയാം. അങ്ങനെ അവൻ മുറിക്ക് പുറത്തു പോയി. അവിടെ ശാന്തതയുണ്ടായി. അതിനുശേഷം ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ യേശുവിനോട് ആവശ്യപ്പെടുക. അവളവിടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, അവളോട് പറയുക യേശുവിനെ സ്വീകരിക്കുക, എന്നോട് യേശുവിനെ സ്വീകരിക്കാൻ പറയല്ലേ. ഓഹോ, ഭൂതമാണത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ശരി, എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിള വിട്ട് പുറത്തു പോവുക. അത് പോയി. ഒരു ബഹളവുമില്ല, ഒരു ശബ്ദവുമില്ല. എന്നിട്ട് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, യേശുവിനെ നിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അവളത് ചെയ്തു. അപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു. ചില മിനിറ്റുകൾക്കുള്ളിൽ പിന്നെ എനിക്ക് ആ സ്ത്രീയെക്കുറിച്ച് അറിയാനായിട്ട് കഴിഞ്ഞു. അവൾ കർത്താവിൽ സന്തുഷ്ടയായിരിക്കുന്നു. അവൾക്ക് വേണ്ടിയിരുന്നത് ഉപദേശമല്ല, അല്ലെങ്കിൽ പ്രാർത്ഥനയുമല്ല. അവൾക്ക് വേണ്ടിയിരുന്നത് വിടുതലാണ്.